സിപിഐഎം നേതാവ് പി ജയരാജൻ നടത്തിയ കൊടുങ്ങല്ലൂർ ഭാഗവതി ടെമ്പിൾ സന്ദർശനം ചുറ്റിപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്ക് അദ്ദേഹം തന്നെ ഇപ്പോൾ വിശദമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ ഭക്തനായി മാറി, രാഷ്ട്രീയ നിലപാട് മാറ്റി തുടങ്ങിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾക്കും സോഷ്യൽ മീഡിയ ചർച്ചകൾക്കും മറുപടിയായാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചത്. ചരിത്രത്തെയും സമൂഹത്തെയും ജനവിശ്വാസങ്ങളെയും പഠിക്കുന്നതിന്റെ ഭാഗമായാണ് താൻ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതെന്നും അതിനെ രാഷ്ട്രീയമായി വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരോട് സഹതാപം മാത്രമാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമീപകാലത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ അദ്ദേഹത്തിന്റെ സന്ദർശന ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. സിപിഎം നേതാവായ പി ജയരാജൻ ക്ഷേത്രദർശനം നടത്തിയെന്ന വാർത്ത പുറത്തുവന്നതോടെ അനുകൂലവും പ്രതികൂലവുമായി വലിയ ചർച്ചകളാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നത്. ചിലർ അദ്ദേഹത്തെ അഭിനന്ദിച്ചപ്പോൾ മറ്റു ചിലർ അത് രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായി വ്യാഖ്യാനിച്ചു. ഇതിനു പിന്നാലെയാണ് അദ്ദേഹം വിശദീകരണവുമായി രംഗത്തെത്തിയത്. കോടതി ആവശ്യത്തിനായി കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തിയപ്പോഴാണ് യാദൃശ്ചികമായി കൊടുങ്ങല്ലൂർ കാവിൽ കയറിയതെന്ന് പി ജയരാജൻ പറയുന്നു. എന്നാൽ അതൊരു സാധാരണ സന്ദർശനം മാത്രമല്ലായിരുന്നുവെന്നും തന്റെ പുതിയ പുസ്തകരചനയുടെ ഭാഗമായാണ് അവിടത്തെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പേരിൽ തയ്യാറാക്കുന്ന തന്റെ പുതിയ പുസ്തകത്തിൽ ബ്രാഹ്മണീയമല്ലാത്ത ആചാരങ്ങളെയും ജനവിശ്വാസങ്ങളെയും വിശദമായി പഠിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും നിലനിൽക്കുന്ന നാട്ടുചാരങ്ങളും തദ്ദേശീയ വിശ്വാസങ്ങളും ചരിത്രപരമായും സാമൂഹികമായും ഏറെ പ്രാധാന്യമുള്ളവയാണ്. കൊടുങ്ങല്ലൂർ കാവ് അത്തരത്തിൽ അതീവ സവിശേഷതയുള്ള ഇടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ കാവിലെ കോഴിക്കല്ല്, തവിട്ടുമുത്തി, വസൂരിമാല പ്രതിഷ്ഠ തുടങ്ങിയ ആചാരപരമായ ഘടകങ്ങൾ അദ്ദേഹത്തെ ആകർഷിച്ചുവെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. കേരളത്തിലെ ആദിമവിശ്വാസരീതികളുടെയും ബ്രാഹ്മണീയ സംസ്കാരത്തിന് മുൻപുള്ള സാമൂഹിക ഘടനകളുടെയും അവശിഷ്ടങ്ങളായി ഇത്തരം ആചാരങ്ങളെ കാണേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പ്രശസ്ത എഴുത്തുകാരനായ വി.ടി. ഇന്ദുച്ചൂടൻ തന്റെ രചനകളിൽ പരാമർശിച്ച രഹസ്യ അറയെക്കുറിച്ചും പി ജയരാജൻ പരാമർശിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജനവിശ്വാസങ്ങളിൽ ഇടം നേടിയിട്ടുള്ള ഈ സീക്രട്ട് ചേംബർ ഏതൊരു ചരിത്രാന്വേഷകനും കൗതുകമുണർത്തുന്ന ഒന്നാണെന്ന് പി ജയരാജൻ പറഞ്ഞു. ക്ഷേത്രത്തിലെ ജീവനക്കാരോടും സുഹൃത്തുക്കളോടും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതായും അവ തന്റെ പുസ്തകത്തിലെ ഭാഗമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയങ്ങളിൽ പോകാൻ പാടില്ലെന്ന രീതിയിലുള്ള പ്രചാരണം തെറ്റായ ധാരണയാണെന്നും അദ്ദേഹം പറഞ്ഞു. മതവിശ്വാസവും ചരിത്ര സാമൂഹിക പഠനവും രണ്ടായി കാണേണ്ടതുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഒരു സമൂഹത്തെ മനസ്സിലാക്കാൻ അതിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംസ്കാരത്തെയും അടുത്തറിഞ്ഞിരിക്കണം എന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ടുവച്ചത്. താൻ മുൻപ് നിരവധി ആരാധനാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്നും പി ജയരാജൻ ഓർമ്മിപ്പിച്ചു. അജ്മീർ ഷരീഫ് ദർഗ, ഗോൾഡൻ ടെമ്പിൾ, വിവിധ പള്ളികൾ എന്നിവ സന്ദർശിച്ച അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഇതൊന്നും ഭക്തിപ്രകടനത്തിന്റെ ഭാഗമായിരുന്നില്ലെന്നും മറിച്ച് ജനജീവിതവും വിശ്വാസങ്ങളും മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ആരാധനാലയങ്ങളെയും ഭക്തിയെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ആർഎസ്എസ് നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം വിമർശനമുന്നയിച്ചു. മതവും രാഷ്ട്രീയവും കലർത്തി സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ താൻ തുടർന്നും നിലകൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പി ജയരാജന്റെ ഈ വിശദീകരണം രാഷ്ട്രീയ കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. സിപിഎമ്മിനുള്ളിലും പുറത്തും ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ചിലർ അദ്ദേഹത്തിന്റെ നിലപാടിനെ പുരോഗമന ചിന്തയുടെ ഭാഗമായി കാണുമ്പോൾ മറ്റു ചിലർ അത് രാഷ്ട്രീയ പ്രതിരോധമെന്ന നിലയിലാണ് വിലയിരുത്തുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കേരളത്തിലെ ലെഫ്റ്റ് രാഷ്ട്രീയത്തിൽ മതവും സംസ്കാരവും സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ്. സമൂഹത്തിന്റെ സാംസ്കാരിക യാഥാർത്ഥ്യങ്ങളെ പഠിക്കുന്നതും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കാനാണ് പി ജയരാജൻ ശ്രമിക്കുന്നതെന്നും അവർ വിലയിരുത്തുന്നു. മൊത്തത്തിൽ കൊടുങ്ങല്ലൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പി ജയരാജൻ നൽകിയ മറുപടി വെറും വ്യക്തിപരമായ വിശദീകരണം മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയവും മതവും സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയ്ക്കും വഴി തെളിച്ചിരിക്കുകയാണ്.